ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഫറോക്ക് നഗരസഭയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകൾ. ലെ ഒളിമ്പിക്സ് ഭാരതം നടത്തുമെന്നും കൂടുതൽ മെഡലുകൾ നേടുമെന്നും മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം സമൂഹത്തിന് നൽകുകയാണ് KNM സമാധാന സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി. തമിഴ് പാരമ്പര്യത്തിന്റെ തുടർച്ചയായി തിരുവണ്ണൂർ ആൽത്തറയ്ക്കൽ ദേവാസുര യുദ്ധ കാഴ്ചകൾ. മൗലാന അബ്ദുൽ കലാം ആസാദ് എഡ്യൂക്കേഷൻ അവാർഡ് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾക്ക്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഫറോക്ക് നഗരസഭയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകൾ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് കൃത്യമായി വിവരം നൽകുന്നില്ലെന്നും നൽകിയ മറുപടിയിലും ഓഫീസ് രേഖകളിലും ഗുരുതര ക്രമക്കേടുകളും കണ്ടെത്തി. പൊതുജനങ്ങൾക്ക് വിവരാവകാശ നിയമങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരായ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം, TK രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 2020 ശേഷം ഫറോക്ക് നഗരസഭയിൽ പൗരാവകാശ രേഖ പരിഷ്കരിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയ കമ്മീഷൻ നഗരസഭയിൽ നിർബന്ധമായും വേണ്ട 3 അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ ഇതുവരെ നിയമിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. നഗരസഭയിൽ ലഭിക്കുന്ന വിവരാവകാശ അപേക്ഷകൾ, ഇവയിൽ തീർപ്പാക്കിയത്, ബാക്കിയുള്ളത് എന്നിവ സംബന്ധിച്ച് വാർഷിക റിപ്പോർട്ട് കമ്മീഷന് സമർപ്പിച്ചിട്ടില്ല. ഉത്തരവുകൾ, അറിയിപ്പുകൾ ഒന്നും വെബ്സൈറ്റിൽ കാണുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ വിവരാവകാശ നിയമത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ടില്ലെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഒരാഴ്ചക്കായി ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളായിരുന്നു. ഇത് 20 കൊല്ലമായിട്ട് ഇത് ചെയ്തില്ല. ഒരാഴ്ചക്കായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പൗരാവകാശ രേഖ നിങ്ങളിവിടെ റിന്യൂ ചെയ്തിട്ടില്ല. 20 ശേഷം 24 നിങ്ങൾ എന്ത് ചെയ്യണം? പൗരാവകാശ രേഖ എന്തിനുള്ളതാണ്? എന്തോ സാധനം എന്തുവാ? എന്ത് പൗരാവകാശ രേഖ എന്തുവാ? പൗരന്മാർക്ക് ഈ ഓഫീസിൽ നിന്ന് എന്തൊക്കെ സേവനം കിട്ടുമെന്ന് അറിയിക്കുന്ന സാധനം. നിങ്ങൾ അത് ഇതുവരെ റിന്യൂ ചെയ്തിട്ടില്ല. വിവരാവകാശ നിയമം വകുപ്പ് 4 പ്രകാരം സ്വയം പ്രസിദ്ധീകരിക്കേണ്ട വിവരങ്ങൾ 20 വർഷമായിട്ടും വെബ്സൈറ്റിൽ ചേർത്തിട്ടില്ല. ഇതിനാൽ അപേക്ഷ കൂടാതെ പൗരന് ലഭിക്കേണ്ട വിവരങ്ങൾ കിട്ടാതായി. ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളിൽ നിന്നും എന്തൊക്കെയോ മറച്ചുവെക്കാൻ താൽപര്യം കാട്ടുന്നുവെന്നും നഗരസഭയിൽ വിവരാവകാശ അപേക്ഷകരെ ശിക്ഷിക്കാനും വിലക്കാനും ശ്രമം നടന്നതായി പരാതി ലഭിച്ചതായും അത്തരം നടപടികൾ നിയമവിരുദ്ധമാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. വിവരാവകാശ നിയമത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നറിയിച്ച കമ്മീഷൻ വീഴ്ചകൾ പരിഹരിച്ച് രേഖകൾ ക്രമപ്രകാരമാക്കി അറിയിക്കാമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ അപേക്ഷ പരിഗണിച്ച് 2 ആഴ്ച സമയം അനുവദിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. 2036 ഒളിമ്പിക്സ് ഭാരതം നടത്തുമെന്നും കൂടുതൽ മെഡലുകൾ നേടുമെന്നും മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. ജന്മഭൂമി കായിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കായിക മേഖലയ്ക്ക് നൽകി വരുന്ന പിന്തുണ സമാനതകളില്ലാത്തതാണ്. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ അതിന്റെ പ്രതിഫലനം കാണുന്നുണ്ട്. ജന്മഭൂമി കായിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിലുടനീളം മികവ് പുലർത്തുന്നവരാണ് കായിക താരങ്ങൾ. ഏതു കാര്യം ഏറ്റെടുത്താലും അത് വിജയത്തിൽ എത്തിക്കാനുള്ള കഴിവ് കായിക താരങ്ങൾക്കുണ്ട്. സിനിമാ താരങ്ങളെ പോലെ സെലിബ്രിറ്റികളായി കായിക താരങ്ങളെ ജനം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ജാവേദ്കർ പറഞ്ഞു. We have started new scholarships for good players
who have any chance or aspirations for international sport, they get lump sum and very good scholarship monthly, and at the same time good international players get all facilities, coaches, physios, doctors, their entourage, the equipment and everything is taken care of by. There are growing number of employment opportunities for sports people. കായിക മേഖലയ്ക്ക് നിസ്തൂല സംഭാവന നൽകിയ മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്റർ കെ അബൂബക്കർ, ദ ഹിന്ദു മുൻ ഫോട്ടോഗ്രാഫർ രമേശ് കുറുപ്പ്, മലയാള മനോരമ മുൻ ഫോട്ടോഗ്രാഫർ പി മുസ്തഫ എന്നിവരെ ജാവേദ്കർ ആദരിച്ചു. വി ശ്രീനിവാസൻ അധ്യക്ഷം വഹിച്ചു. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ മുഖ്യപ്രഭാഷണം നടത്തി. LNCP ഡയറക്ടർ ഡോക്ടർ ജി കിഷോർ, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷർഫ് അലി, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് മേധാവി സക്കീർ ഹുസൈൻ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർഗീയ വിഭാഗീയ ചിന്തകൾക്കെതിരെ സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം സമൂഹത്തിന് നൽകുകയാണ് KNM സമാധാന സമ്മേളനം ലക്ഷ്യമാക്കുന്നതെന്ന് KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി. സമ്മേളനത്തെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക സമാധാനത്തിന് വേണ്ടിയുള്ള അവരുടെ ദൗത്യ നിർവഹണത്തിന് മക്ക, മദീന തുടങ്ങിയ പുണ്യ കേന്ദ്രങ്ങളിൽ അതിന് നേതൃത്വം വഹിക്കുന്ന ഇമാമുമാണ്. അവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സമാധാന സന്ദേശവുമായി അയക്കുക എന്ന പവിത്രമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹിമാൻ അൽ ബുഐജാൻ അദ്ദേഹം ഈ വരുന്ന 12-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച കേരളത്തിൽ എത്തിച്ചേരുകയും നമ്മുടെ സാംസ്കാരിക കേന്ദ്രമായ കോഴിക്കോട് നഗരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ സംഗമത്തിൽ ഇസ്ലാം മാനവികതയുടെയും സമാധാനത്തിന്റെയും മതം എന്ന പ്രമേയത്തിൽ KNM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന സമാധാന സമ്മേളനം നവംബർ 12 ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമെന്ന് KNM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മദീന ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹിമാൻ അൽ ബുഐജാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കടപ്പുറത്ത് നടക്കുന്ന മഗ്രിബ് നമസ്കാരത്തിന് ഇമാം നേതൃത്വം നൽകും. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, KNM സെക്രട്ടറി A അസ്ഗർ അലി, ഡോക്ടർ AI അബ്ദുൽ മജീദ്, വളപ്പിൽ അബ്ദുൽ സലാം, ഷുക്കൂർ സലാഹി, നിസാർ ഒളവണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ പ്രദേശത്തും സമാധാന ശ്രമങ്ങൾ നടത്താൻ അതിൽ മുസ്ലിം ലോകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ദൗത്യമാണ് സൗദി അറേബ്യ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൗലാന അബ്ദുൽ കലാം ആസാദ് എഡ്യൂക്കേഷൻ അവാർഡ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നൽകും. നവംബർ 11 ആസാദിന്റെ ജന്മദിനവും ദേശീയ വിദ്യാഭ്യാസ ദിനവുമായി ആചരിക്കുന്നതിനോടനുബന്ധിച്ചാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയും സ്വതന്ത്ര സമര സേനാനിയും ഗ്രന്ഥകർത്താവ്, പത്രപ്രവർത്തകൻ, കവി എന്നീ നിലയിലുള്ള അബുൽ കലാം ആസാദിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ അവാർഡ് നൽകുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ്. അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് 3 സംവിധാനമാണ് കേരളത്തിൽ വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയത്. ഒന്ന്, ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ നിരവധി സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും അതോടൊപ്പം പട്ടിക്കാട് ജാമിയ നൂരിയ എന്ന് പറഞ്ഞ മറ്റൊരു വിദ്യാഭ്യാസ സംവിധാനമായ അതിൻ്റെ ഓഫ് കോമ്പസുകളുടെയും വഫിയ സംവിധാനത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമുള്ള വ്യക്തിയായും ഉള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഞങ്ങൾ ഈ വർഷം ജൂറി അവാർഡിനെ തെരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി, സ്വാതന്ത്ര്യ സമര സേനാനി, AICC പ്രസിഡന്റ്, ഇസ്ലാമിക പണ്ഡിതൻ, പത്രപ്രവർത്തകൻ, കവി എന്നീ നിലകളിൽ പ്രശസ്തനായ പ്രതിഭ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബഹുമാനാർത്ഥം നൽകുന്നതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസ അവാർഡ്. മൗലാന അബ്ദുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷനാണ് അവാർഡിന് അർഹരായവരെ കണ്ടെത്തിയത്.
നവംബർ 11 ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പ്രഥമ മൗലാന അബ്ദുൽ കലാം ആസാദ് എഡ്യൂക്കേഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവാർഡിന് അർഹനായതായി മൗലാന അബ്ദുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷൻ ഭാരവാഹികളായ ഡോക്ടർ ഖാസിമുൽ ഖാസിമി, PA ജബ്ബാർ ഹാജി, ഫസൽ മുഹമ്മദ് ഹസൻ, CH ഇബ്രാഹിം കുട്ടി തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തമിഴ് പാരമ്പര്യത്തിന്റെ തുടർച്ചയായ ശൂരസംഹാരം ദേവാസുര യുദ്ധക്കാഴ്ചയായി. തിരുവണ്ണൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര നടയിലെ ആൽത്തറയ്ക്ക് സമീപമാണ് താരകാസുരനെയും ശൂരപത്മാസുരനെയും നിഗ്രഹിച്ച ഘോരയുദ്ധം നടന്നത്. തുലാമാസത്തിലെ സ്കന്ദഷഷ്ടി ദിനം സന്ധ്യയ്ക്ക് തിരുവണ്ണൂരിൽ നടന്ന ദേവാസുര യുദ്ധം ഉത്സവാഘോഷമായി. ആൽത്തറയ്ക്ക് ചുറ്റും രഥയോട്ടം യുദ്ധാന്തരീക്ഷം തീർത്തപ്പോൾ തിങ്ങി നിറഞ്ഞവരുടെ മനസ്സും ഭക്തിസാന്ദ്രമായി. 1.25 നൂറ്റാണ്ടിലേറെയായി ഒരേ വേദിയിൽ ഒരേ ഭാവത്തിൽ ഒരേ ഐതിഹ്യമായി നടന്നുവരുന്ന ശൂരസംഹാര മഹോത്സവമാണ് തിരുവണ്ണൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്നത്. ഇതോടെ ശൂരസംഹാര ഉത്സവത്തിനും സമാപനമായി. അസുര നിഗ്രഹത്തിന് പുറപ്പെടും മുൻപ് സുബ്രഹ്മണ്യ സ്വാമി മാതാപിതാക്കളെ വന്ദിച്ച് അനുവാദം വാങ്ങാൻ പോകുന്നുവെന്ന സങ്കല്പത്തിൽ തിരുവണ്ണൂർ മഹാദേവ ക്ഷേത്രത്തിലും പന്നിയങ്കര ദുർഗാദേവി ക്ഷേത്രത്തിലും രഥഘോഷയാത്രയായി പോയ ശേഷമാണ് ശൂരൻ പോരിനായി ആൽത്തറയ്ക്കിലെത്തിയത്. താരകാസുരനെ വീരബാഹുവും ശൂരപത്മാസുരനെ സുബ്രഹ്മണ്യനുമാണ് വധിച്ചത്. അസുര നിഗ്രഹത്തിന് ശേഷമായിരുന്നു ആഘോഷങ്ങൾ. തമിഴ് സംസ്കാരത്തെ മലയാളികൾ ഉൾക്കൊണ്ടതിന്റെ അപൂർവ കാഴ്ച കൂടിയാണ് ശൂരസംഹാര മഹോത്സവം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കെട്ടിട വാടകയ്ക്ക് GST ചുമത്തിയതിൽ കോഴിക്കോട്ടെ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളാണ് പ്രകടനം നടത്തിയത്. കെട്ടിട വാടകയ്ക്ക് GST ചുമത്തിയതിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നടത്തിയ രാജ്ഭവൻ മാർച്ചിന് ഐക്യദാർഢ്യവുമായി വലിയങ്ങാടി 2ാം ഗേറ്റ് യൂണിറ്റുകൾ സംയുക്തമായി പ്രകടനം നടത്തി. യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി MP റുൻഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. 2ാം ഗേറ്റ് യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. വലിയങ്ങാടി യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ഹുക്കുമത്ത് വലിയങ്ങാടി, നോർത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് MK ഇക്ബാൽ, വലിയങ്ങാടി യൂണിറ്റ് ഭാരവാഹികളായ സുബേർ, റിയാസ്, ജലീൽ, ജൈസൽ, മുനീർ, 2ാം ഗേറ്റ് യൂണിറ്റ് ഭാരവാഹികളായ നളിനാക്ഷൻ, ഷബീർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ ഡയാലിസിസ് സെന്റർ നവംബർ 10 ഉദ്ഘാടനം ചെയ്യും. കുറ്റിച്ചിറ ബാവുട്ടി ഹാജി റോഡിലാണ് കേന്ദ്രം. മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് സാരഥികൾ അറിയിച്ചു. ഈ മോഹൻലാൽ തെക്കാപ്പുറം ഭാഗത്തുള്ള വളരെ പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യമായിട്ട് ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങാനുള്ള ഉദ്യമമാണ് നമ്മൾ ഞായറാഴ്ച തുടക്കമുള്ളത്. നമ്മളിപ്പോൾ 56ഓളം രോഗികളുടെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പോൾ ആദ്യത്തിൽ നമ്മൾ ചെയ്യുന്നത് 19 രോഗികളാണ്.
ഇക്ര ദൗത്യത്തിലുമായിട്ട് തയ്യാറായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർമാർ സ്കാൻ ചെയ്ത് തീരുമാനിക്കുന്ന രോഗികളെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പ്രവേശിപ്പിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള തീരപ്രദേശമായ പയ്യാനക്കൽ, ചക്കുംകടവ്, കപ്പക്കൽ, വാഴവളപ്പ്, ചാമുണ്ടിവളപ്പ്, ആനമാട്, കുറ്റിച്ചിറ, പള്ളിക്കണ്ടി, മുഗദാർ, കല്ലായി, തെക്കേപ്പുറം എന്നിവിടങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കമുള്ള വൃക്ക രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനാണ് സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. കുറ്റിച്ചിറ ബാവൂട്ടി ഹാജി റോഡിൽ ആരംഭിക്കുന്ന സെന്ററിന്റെ ഉദ്ഘാടനം നവംബർ 10-ന് നവാസ് മീരാൻ നിർവഹിക്കും. ചടങ്ങിൽ MK രാഘവൻ MP, അഹമ്മദ് ദേവർകോവിൽ MLA, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് എന്നിവരും കൗൺസിലർമാരും മറ്റ് പ്രമുഖ വ്യക്തികളും സംബന്ധിക്കുമെന്ന് സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ PT ഇമ്പിച്ചിക്കോയ, വൈസ് ചെയർമാൻ KV അബ്ദുൾ നിയാസ്, ജനറൽ സെക്രട്ടറി TT അസീസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മേലടി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ചെറുവണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലഹരിയുടെ ഉപയോഗം എന്ന് പറയും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കൂട്ടായ്മയിലൂടെ മാത്രമാണ് നമുക്കത് പരിഹരിച്ച് പോകാൻ സാധിക്കുക. നമുക്ക് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുമെല്ലാം ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, പല പല വകുപ്പുകളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ 85 വിദ്യാലയങ്ങളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥികൾ മേലടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കും. കലോത്സവം 9-ന് സമാപിക്കും. ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT ഷിജിത്ത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മേലടി AEO ഹസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT രാജൻ, KK നിർമ്മല, ജില്ലാ പഞ്ചായത്ത് അംഗം CM ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സബ് ജില്ലയിലെ അധ്യാപകരുടെ കൂട്ടായ്മ ഒരുക്കിയ സ്വാഗത സംഗീത നൃത്ത വിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷിച്ചു. സ്കന്ദഷഷ്ഠി പൂജ, മുരുകഹോമം എന്നീ വിശേഷാൽ ചടങ്ങുകളോടൊപ്പം വിവിധ അഭിഷേകങ്ങളും പൂജകളും നടന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമത്തോടെ പൂജകൾ ആരംഭിച്ചു. തുടർന്ന് രുദ്രാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, പാലഭിഷേകം എന്നിവ നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളായ സ്കന്ദഷഷ്ഠി പൂജ, മുരുകഹോമം എന്നിവയും നടന്നു. സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, പാനകപൂജ, ഭജന എന്നിവയും നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്ര മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്രിസ്തുദേവന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കേക്ക് കാർണിവൽ സംഘടിപ്പിക്കുന്നു. അമൃത TVയും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ചേർന്ന് നടത്തുന്ന പരിപാടിയിൽ സിനിമാ താരം ആനിയുടെ നേതൃത്വത്തിൽ കേക്ക് മിക്സിംഗും നടക്കും. നവംബർ 9-ന് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് പരിപാടി. ക്രിസ്തുദേവന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കല്യാൺ ഹൈപ്പർ മാർക്കറ്റും അമൃത TVയും ചേർന്ന് ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് മിക്സിംഗ് നടത്തുന്നു. ഇതിന്റെ ഭാഗമായി നവംബർ 9 ശനിയാഴ്ച
കോഴിക്കോട് തൊണ്ടയാടുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കേക്ക് കാർണിവൽ സംഘടിപ്പിക്കും. അമൃത ടിവിയിലെ ആനീസ് കിച്ചൺ ഫെയിമും പ്രമുഖ ചലച്ചിത്ര താരവുമായ ആനി ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തി കേക്ക് മിക്സിംഗിന് നേതൃത്വം നൽകും. ആനിയോടൊപ്പം അമൃത സൂപ്പർ സ്റ്റാറിലെ കുട്ടികളും കോമഡി മാസ്റ്റേഴ്സിലെ താരങ്ങളായ നോബി, ഉല്ലാസ് പന്തളം, അവതാരകയായ എലീന പടിക്കൽ എന്നിവർ ചേർന്നുള്ള കലാപ്രകടനങ്ങൾക്കും കോഴിക്കോട് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വേദിയാകും. വൈകിട്ട് 3 മുതൽ 7 വരെ നടക്കുന്ന പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വതന്ത്ര കോമിക്സിന്റെ വൈവിധ്യമാർന്ന ലോകം കോഴിക്കോട്ടേക്കും. ഇന്ത്യ കോമിക്സ് ഫെസ്റ്റിന്റെ കാലിക്കറ്റ് എഡിഷൻ നവംബർ 10 രാവിലെ 10 മുതൽ ഡിസൈൻ ആശ്രമത്തിൽ നടക്കും. പ്രവേശനം സൗജന്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2017 ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ബാംഗ്ലൂരിലാണ് നടക്കുന്നത്. പിന്നെ അതിനുശേഷം ഇത് 7 സിറ്റീസിൽ ഇപ്പോൾ മൊത്തം നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത് കൊച്ചിയിൽ ഒരു 2018 മുതൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് കാലിക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഈ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നവംബർ 10 നമ്മുടെ ഇവന്റ് നടക്കുന്നത് ഡിസൈൻ ആശ്രമത്തിൽ വെച്ചിട്ടാണ്, ഗുജറാത്തി സ്ട്രീറ്റിൽ. ഓക്കെ, അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് നമ്മുടെ ടൈമിംഗ്. അപ്പോൾ ബേസിക്കലി എന്താ നടത്താൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു 30ഓളം ആർട്ടിസ്റ്റുകളെ നമ്മൾ കൊണ്ടുവന്നിട്ട്, കോമിക്സ് ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് അവരുടെ ബുക്സ് അവർക്ക് സെല് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് കോമിക്സ് ആർട്ടിസ്റ്റുകളെ. ഓക്കെ, ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് അഥവാ ICF സ്വതന്ത്രമായി പ്രസിദ്ധീകരിക്കുന്ന കോമിക് പുസ്തകങ്ങളുടെ ഉത്സവമാണ്. കോമിക് സൃഷ്ടിക്കുന്നവർക്ക് അവരുടെ സൃഷ്ടികൾ പ്രേക്ഷകർക്ക് മുന്നിൽ നേരിട്ട് പ്രദർശിപ്പിക്കാനുള്ള വേദിയാണ് ICF. ഈ വർഷത്തെ കാലിക്കറ്റ് എഡിഷൻ നവംബർ 10 ഗുജറാത്തി സ്ട്രീറ്റിലെ ഡിസൈൻ ആശ്രമത്തിൽ നടക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകരായ ഹരിഷ്മ, മുജീബ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഫറോക്ക് നഗരസഭയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകൾ. ലെ ഒളിമ്പിക്സ് ഭാരതം നടത്തുമെന്നും കൂടുതൽ മെഡലുകൾ നേടുമെന്നും മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. സൗഹൃദത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം സമൂഹത്തിന് നൽകുകയാണ് KNM സമാധാന സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി. തമിഴ് പാരമ്പര്യത്തിന്റെ തുടർച്ചയായി തിരുവണ്ണൂർ, ആൽത്തറയ്ക്കൽ ദേവാസുര യുദ്ധ കാഴ്ചകൾ. മൗലാന അബ്ദുൽ കലാം ആസാദ് എഡ്യൂക്കേഷൻ അവാർഡ് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.